അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വിശ്വാസികളായ സമൂഹത്തെ ഈമാനികമായ കുടുംബത്തിൽ ജീവിക്കുന്ന, ഈമാൻ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നതായ നാം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിങ്ങളെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി മനസാന്നിധ്യത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗബ സ്വീകരിക്കുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ഉറപ്പായ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഖേദിച്ച് മടങ്ങുക. എത്ര വലിയ പാവമാണെങ്കിലും അല്ലാഹു പൊറുത്തു തരുന്നതാണ്. നിന്റെ പാവം എത്രയോ ആയിക്കൊള്ളട്ടെ, അല്ലാഹു നിനക്ക് പൊറുത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബഹ കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ ഖതല 99 നഫ്സാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു, മുൻഗാമികളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, 99 പേരെയാണ് ആ മനുഷ്യൻ കൊന്നുകളഞ്ഞത്. ഒന്നും രണ്ടും പേരെയല്ല, 99 പേരെയാണ് ആ മനുഷ്യൻ കൊന്നുകളഞ്ഞത്. അങ്ങനെ ആ മനുഷ്യൻ എങ്ങനെ 99 പേരെ കൊന്നുകളഞ്ഞ ആ മനുഷ്യന് മാനസാന്തരം ഉണ്ടാവുകയാ. പശ്ചാത്തപിക്കണമെന്നുള്ള മനസ്സോടുകൂടി ആ മനുഷ്യനത് ഭൂമിയിലൂടെ നടക്കവേ ഒരാളോട് ചോദിച്ചു, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല അറിവുള്ള മനുഷ്യൻ ആരാണുള്ളത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഫദുല്ല അലാ റാഹിബീൻ. ഒരു പുരോഹിതനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുകയാണ്. ഇന്ന നാട്ടിലൊരു പുരോഹിതനുണ്ട്, ആ പുരോഹിതന്റെ അരികിൽ പോവുക. അദ്ദേഹമാണ് നല്ല വിവരമുള്ള ആള്, അദ്ദേഹം പുരോഹിതനല്ലേ. ഒരു ക്രിസ്ത്യാനിയായ പണ്ഡിതനെ കുറിച്ചാണ് ആ മനുഷ്യന് വിവരം ലഭിച്ചത്. അങ്ങനെ അതാ ആ പുരോഹിതന്റെ അരികിലേക്ക് കടന്നു പോവുകയാ. ആ പുരോഹിതനോട് താൻ ചെയ്തു പോയ പാവങ്ങളേറ്റ് പറയുകയാണ്, താൻ ചെയ്തു പോയ പാവങ്ങൾ ഏറ്റേറ്റ് പറയുകയാണ്, ഞാൻ 99 പേരെ കൊന്നതാ. ഫഹല്ലഹു മിൻ തൗബാ, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പുരോഹിതൻ പറയുന്നില്ല, നിനക്ക് പശ്ചാത്താപമില്ല. ഫഖതലഹു ഫകമ്മല ബിഹി മിഅതാ, ആ പുരോഹിതനെ അങ്ങ് കൊന്നുകളഞ്ഞു. അങ്ങനെ അതാ 100 പേരെ അങ്ങ് പൂർത്തിയാക്കി. കൊലപാതകത്തിൽ 100 പേരെ പൂർത്തിയാക്കി. ആ മനുഷ്യൻ വല്ലാത്ത വേദനയോടുകൂടെ, വല്ലാത്ത ദുഃഖത്തോടുകൂടി ഇങ്ങനെ നടക്കുകയാ. പശ്ചാത്തപിക്കണമെന്നുള്ള മനസ്സോടുകൂടി നടക്കുകയാ. അങ്ങനെ അതാ ഒരു ആലിമുണ്ട് എന്നുള്ള അറിവ് ആ മനുഷ്യന് കിട്ടുകയാണ്. ഉടനെ ആലിമിനെ സമീപിക്കുകയാ. ആലിം പറഞ്ഞു, അതേ, നിനക്ക് പശ്ചാത്താപമുണ്ട്, നിന്റെ പാവങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തരുന്നതാണ്, നിന്റെ പാവങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തരുന്നതാണ്. നീ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ നാട്ടിൽ നിന്ന് സാലിഹീങ്ങൾ താമസിക്കുന്നതായ നാട്ടിലേക്ക് പോകണം. നിന്റെ നാട്ടിലുള്ളവരെ തെമ്മാടികളാ, നിന്റെ നാട്ടിലുള്ളത് ധിക്കാരികളാ, നിന്റെ
നിന്റെ നാട്ടിലുള്ളവർ പാപികളാണ്. അതുകൊണ്ട് നീ നാട്ടിൽ നിന്നുകൊണ്ട് സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് യാത്ര പോകണ. ആ മനുഷ്യൻ അങ്ങനെ അതാ സ്വാലിഹീങ്ങൾ താമസിക്കുന്നതായ നാട്ടിലേക്ക് പോവുകയാ. അവിടെ പോയി നല്ല മനുഷ്യനെ പോലെ ജീവിക്കാ, അവിടെ പോയി സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകവേ മലക്കുൽ മൗത്ത് അസ്റായീൽ ആ മനുഷ്യനെ സമീപിക്കുകയെ ആ മനുഷ്യന്റെ അരികിൽ വന്നുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹങ്ങ് പിടിക്കുകയാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുകയാണ്. അങ്ങനെ അതാ ആ മനുഷ്യന്റെ ശരീരത്തെ സ്വീകരിക്കാൻ, ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗീയ ലോകത്ത് നിന്ന് റഹ്മത്തിന്റെ മാലാകമാര് നാരകീയമായ ലോകത്ത് നിന്ന് നരകത്തിന്റെ ലോകത്ത് നിന്ന് നരകത്തിന്റെ മാലാകമാരും കടന്നു വരികയാ. നരകത്തിന്റെ മാലാകമാര് പറഞ്ഞ് ഈ മനുഷ്യൻ 100 പേരെ കൊന്നവനാണ്, ഇവന് പാവിയാട്, ഇവൻ തെമ്മാടിയായിരുന്നു, അഹങ്കാരിയായിരുന്നു, അതുകൊണ്ട് ഇവന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പറഞ്ഞു പറ്റൂല, ഇവൻ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാലിഹീങ്ങളുള്ള നാട്ടിലേക്ക് യാത്ര പോയവനാ, ഇവൻ ചെയ്തു പോയ പാവങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തിന്റെ മനസ്സുമായിട്ട് യാത്ര ചെയ്തവനാ, ഇവന്റെ ആത്മാവിനെ ഞങ്ങൾ വിട്ടുതരൂല്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അതാ അവരുടെ ഇടയിലേക്ക് മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അവരോട് പറയുന്നു, അതാ നമ്മൾ ഈ മനുഷ്യന്റെ നാടും പാപികളുള്ള ഈ മനുഷ്യന്റെ നാടോ സ്വാലിഹീങ്ങളുള്ള മനുഷ്യരുടെ നാടുമായിട്ട് നമുക്കൊന്നളക്കാം. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എവിടേക്കാണ് കൂടുതൽ എത്തിയിട്ടുള്ളത്, എവിടേക്കാണ് കൂടുതൽ അടുത്തിട്ടുള്ളത്, ആ അടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മാവിനെ ആർക്കാണ് തരുന്നതെന്ന് നിശ്ചയിക്കാം. ഈ മനുഷ്യന് സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ ആത്മാവ് റഹ്മത്തിന്റെ മാലാകമാര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. അതല്ല ഈ മനുഷ്യന് പാപികളുള്ള നാട്ടിലേക്കാണ് അടുത്തു പോയതെങ്കിൽ ഈ മനുഷ്യന്റെ ആത്മാവിനെ നരകത്തിന്റെ മാലാകമാ ശിക്ഷയുടെ മാലാകമാര് കൊണ്ടുപോകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഈ മനുഷ്യൻ നടന്നു പോയതായ വഴികൾ ഇവരടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ നടന്നു പോയതായ ദൂരമളന്നപ്പോ റഹ്മത്തിന്റെ മാലാകമാര് നിൽക്കുന്നതായ സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്കാണ് ഈ മനുഷ്യന് കൂടുതൽ അടുത്തത്. സ്വാലിഹീങ്ങളുള്ള നാട്ടിലേക്കാണ് ഈ മനുഷ്യൻ കൂടുതൽ അടുത്തത്. റഹ്മത്തിന്റെ മാലാകമാര് ഈ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ട് പോവുകയാ. അതുകൊണ്ട് സഹോദരാ, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലോ പടച്ചവനോട് കുറ്റബോധത്തോടു കൂടി ഒന്ന് പശ്ചാത്തപിച്ചാ പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങവേ നയനങ്ങളെ സദനങ്ങളായി മാറി കണ്ണുനീരോടുകൂടി അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞാ ഉറപ്പായിട്ടും അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ പാവങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. പശ്ചാത്തപിച്ച് ജീവിക്കാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.